നവംബർ 22 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ സിസിലി, വിശുദ്ധ ഡെയ്നിയോളൽ, വിശുദ്ധ മാർക്ക്, വിശുദ്ധ സ്റ്റീഫൻ, വിശുദ്ധ മൗറൂസ്, വിശുദ്ധ ഫിലമോണും ഭാര്യ വിശുദ്ധ അഫിയായി. വിശുദ്ധ സിസിലി 230 കാലഘട്ടത്തിലാണ് വിശുദ്ധ സിസിലി ജീവിച്ചിരുന്നത്. വിശുദ്ധ സിസിലി ഒരു ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമാക്കാരിയാണ്. ക്രിസ്തുമത തത്വങ്ങൾ അവൾ പൂർണ്ണമായും അഭ്യസിച്ചിരുന്നു. യൗവനത്തിൽ തന്നെ അവൾ നിത്യകന്യകാത്വം നേർന്നു. എന്നാൽ മാതാപിതാക്കന്മാർ വലേറിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കാൻ സിസിലിയെ നിർബന്ധിച്ചു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിനോട് സിസിലി പറഞ്ഞു, "ഒരു രഹസ്യം പറയാനുണ്ട്. ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് താങ്കൾ അറിയണം. വിവാഹമുറയ്ക്ക് അങ്ങ് എന്നെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കും. അങ്ങ് സഹിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. എൻ്റെ നിത്യകന്യകാത്വം അങ്ങ് സമാദരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ ദൂതൻ അങ്ങയെയും സ്നേഹിക്കും. ആ ദൂതനെ ഞാൻ കാണട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം" എന്ന് ഭർത്താവ് സിസിലിയായോട് പറഞ്ഞു. ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ അങ്ങേക്കും ആ ദൈവദൂതനെ കാണാൻ കഴിയും. വലേറിയനെ ബിഷപ്പ് ഉർബൻ ജ്ഞാനസ്നാനപ്പെടുത്തി. തിരിച്ചു വന്നപ്പോൾ സിസിലിയ അവളുടെ അറയിൽ പ്രാർത്ഥിക്കുന്നതും അവളുടെ തലയിൽ വെച്ചിരുന്ന റോസാപ്പൂക്കളുടെയും താമരപ്പൂക്കളുടെയും 2 കിരീടങ്ങൾ പിടിച്ച് ജ്വലിക്കുന്ന ചിറകുകളുള്ള ഒരു ദൂതനെയും ഭർത്താവ് കണ്ടു. പെട്ടെന്ന് തന്നെ ദൂതന്മാർ അപ്രത്യക്ഷരായി. താമസിയാതെ വലേറിയൻ തൻ്റെ സഹോദരനായ തീബുർത്തീസിനെയും ഇതേ കാര്യങ്ങൾ അറിയിച്ചു. പൂക്കളുടെ സുഗന്ധവും സൗന്ദര്യവും കണ്ട് തീബുർത്തീസ് അത്ഭുതപ്പെട്ടു. അവർക്ക് ഈ കിരീടങ്ങൾ എങ്ങനെ ലഭിച്ചുവെന്ന് കഥ കൂടി കേട്ടപ്പോൾ തീബുർത്തീസും മാമോദിസ സ്വീകരിക്കുവാൻ തയ്യാറായി. സ്നാനത്തിന് ശേഷം 2 സഹോദരന്മാരും നഗരത്തിലെ ദിവസേന കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളെ സംസ്കരിക്കുവാൻ സ്വയം സമർപ്പിച്ചു. അവരെ അറസ്റ്റ് ചെയ്ത് പ്രീഫെറ്റിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. അവർ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചപ്പോൾ വാളുകൊണ്ട് അവരെ വധിച്ചു. വിശുദ്ധയായ സിസിലിയ 400 ആളുകളെ മതപരിവർത്തനം ചെയ്തു. അവരെ അർബൻ മാർപ്പാപ്പ സ്നാനപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് സിസിലിയായുടെ അറസ്റ്റ് നടന്നു. സിസിലിയായെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വിധിയുണ്ടായി. അവളെ ഒരു തീച്ചൂളയിൽ 1.5 ദിവസം ഇട്ടു. എന്നാൽ അഗ്നി അവളുടെ ശരീരത്തെ ദ്രോഹിച്ചില്ല. ഒരു തലമുടി നാര് പോലും കരിഞ്ഞില്ല. ഒരു ആരാച്ചാര് വന്ന് നിയമപ്രകാരം 3 പ്രാവശ്യം സിസിലിയായെ വെട്ടി. തല പകുതി മുറിഞ്ഞ് തറയിൽ 2 ദിവസം ജീവനോടെ കിടന്നു. ആ ദിവസങ്ങളിൽ ജനക്കൂട്ടം അവളുടെ അടുക്കൽ വരികയും അവൾ അവരോട് പ്രസംഗിച്ചതായിട്ടുമാണ് പറയപ്പെടുന്നത്. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട സിസിലിയായെ പോപ്പ് അർബനും ഡീക്കന്മാരും ചേർന്ന് അടക്കം ചെയ്തു. ഇറ്റലിയിലാണ് വിശുദ്ധ സിസിലിയായെ അടക്കം ചെയ്തത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അവളുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അവളുടെ ശരീരം അഴുകാത്തതും സുഗന്ധം പുറപ്പെടുവിക്കുന്നതുമായി കണ്ടെത്തി. കന്യകന്മാരുടെയും സ്ത്രീകളുടെയും സംഗീതജ്ഞരുടെയും പള്ളി സംഗീതത്തിൻ്റെയും രക്ഷാധികാരിയായിട്ടാണ് സിസിലിയായെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിന് കാരണം സിസിലിയ മരിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടാണ് അവൾ മരിച്ചത്. അതുപോലെ തന്നെ അവളുടെ വിവാഹത്തിൽ സംഗീതജ്ഞർ പാട്ടുപാടിയപ്പോൾ അവൾ കർത്താവിന് ഹൃദയത്തിൽ പാടി എന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ സിസിലിയായെ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും വൃദ്ധ ദമ്പതികൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.